മിഷൻ സി 1000 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും തലവേദനക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഗുളികയായിരിക്കുന്നു. പക്ഷേ അതൊന്നുമല്ല സംഭവം. 2026 സംഘപരിവാർ ഒരു അംബ്രല്ല ടേമാണ് അറിയാലോ. അപ്പോൾ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇവർക്ക്. അതിൽ നിന്ന് നമുക്ക് ഓൾറെഡി കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പടം ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ ഷതക് ആർഎസ്എസിന്റെ 100ാം വാർഷികം അനുബന്ധിച്ച് വന്നുള്ള സിനിമയായിരുന്നു. ഷതക് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഗംഭീര പടമാണ്, കണ്ടിരിക്കണം. പിന്നെ ദുരന്തർ റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനകത്തേക്ക് വരുന്ന ഒരു സിനിമയാണ് മിഷൻ സി 1000 എന്ന് പറയുന്നത്. ഇത് HRDയുടെ പടമാണ്. HRD എന്നാൽ ഹിന്ദു രക്ഷാദൾ അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പടമാണ്. ഇതിന്റെ നായകൻ തന്നെയാണ് ഇതിന്റെ സംവിധാനവും കാര്യങ്ങളും എല്ലാം എഴുതിയിരിക്കുന്നത്. നൈസ് ഒരു പടമാണ്. കാരണം ഇത് നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു OTT റിലീസ് ഒബ്വിയസ്ലി വന്നേക്കാം. അപ്പോൾ OTT വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പടമാണ്. ഹൈദരാബാദിൽ ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇംപ്രഷൻ കിട്ടി കഴിഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഐഡിയ എന്ന് പറഞ്ഞൊരു സംഭവം ഏതെങ്കിലും സിനിമയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സിനിമയ്ക്കുണ്ട്. ആ ഒറിജിനൽ ഐഡിയ ഏതാണെന്ന് ഞാൻ പറയാം. ഭാരതീയ ഗൗരക്ഷാദളിനോടുള്ള ഒരു സമർപ്പണം എന്നുള്ള രീതിയിലാണോ എന്ന് എനിക്കറിയില്ല. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഗോമാതാവിനാണ് കാണിക്കുന്നത്. റോട്ടിൽ അലങ്ങിയിരിഞ്ഞ് നടക്കുന്ന ഗോമാതാവ് രണ്ടെണ്ണം. അപ്പോൾ നമ്മുടെ നായകന്റെ ഫാമിലി, അതായത് അച്ഛൻ, അമ്മ, നായകൻ ചെറുതാണ്, 10 വയസ്സെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്കൂട്ടറിൽ വരികയാണ്. അപ്പോൾ ഈ ഗോമാതാവിനെ കാണുമ്പോൾ ഗോമാതാവിന് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഈ ഗോമാതാവിനെ കാണുമ്പോൾ ഗോമാതാവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അച്ഛൻ പോകുമ്പോൾ ആ ചെറുക്കൻ പറയും മൂത്രമൊഴിക്കാൻ മുട്ടുന്നു എന്ന് പറയും. അപ്പോൾ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണുന്നത്. അപ്പോൾ തന്നെ നേരെ കാണുന്ന ഒരു പറമ്പിലേക്ക് കാണിച്ചിട്ട് ആ പറമ്പിൽ പോയി മൂത്രമൊഴിക്കൂ എന്ന് പറയുന്നത്. അങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ ചെക്കൻ ഒരു കാര്യം കാണുന്നത്. അവിടെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ആരും ഉപേക്ഷിച്ച രീതിയിൽ അവിടെ ഇട്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന മറ്റേ വളരെ വിലക്കൂടിയായിട്ടുള്ള ഒരു ടവലില്ല, ആ ടവലിലൊക്കെ പൊതിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടീനെ അവിടെ ഇട്ടിരിക്കുന്നത്. ആ പെൺകുട്ടീനെ എടുത്ത് വളർത്തുന്നു ഈ ഫാമിലി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. നായകന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നായകന്റെ അച്ഛന് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളതെല്ലാം പിന്നീടാണ് റിവീൽ ആവുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സിനിമയിൽ പിന്നീട് നായികയുടെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ ചില നായികമാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ തെലുങ്കന്മാരുടെ കയ്യിൽ കിട്ടണം എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന്റെ ആംഗിൾസ്, ക്യാമറ ആംഗിൾ എന്ന് പറയുന്നത് നായികയുടെ മുഖം മാത്രം കാണിക്കുന്നില്ല, ബാക്കി എല്ലാം ഏതൊക്കെ രീതിയിൽ കാണിക്കാവോ അതെല്ലാം കാണിക്കുന്ന രീതിയിൽ കുറെ ക്യാമറ ആംഗിൾസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ തെലുങ്ക് സിനിമയിൽ നായകന്റെ അടുത്ത് നായികയാണല്ലോ ഇഷ്ടമാണെന്ന് പറയേണ്ടത്. അങ്ങനെ പോലെ തന്നെ നായിക വന്നിട്ട് പറയും എനിക്ക് ഇതിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ തന്നെ നായകൻ അത് റിജക്ട് ചെയ്യാണ്. കാരണം ഇവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണമായി കത്തുന്നുണ്ട്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നായകന്റെ അച്ഛൻ, അമ്മ ഇവർ മരിച്ചു പോവുകയാണ്. അതുകൂടാതെ പെങ്ങളെ കാണുന്നില്ല. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ പാകിസ്ഥാൻകാരുടെ വല്ലാത്ത ചതിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കുറേ രഹസ്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഈ സിനിമ OTT വരുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ഈ സിനിമയുടെ ആ ഒരു ഗംഭീരമായിട്ടുള്ള ഒറിജിനൽ ഐഡിയ, ആ സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് 1000 രൂപയുടെ ടൺ കണക്കിന് കള്ളനോട്ട് പ്രിന്റ് ചെയ്ത് ഈ പാകിസ്ഥാനികളുണ്ടല്ലോ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നോട്ട് നിരോധനം വരുന്നത്. അപ്പോൾ നോട്ട് നിരോധനം വന്നപ്പോൾ ഇത്രയും കാശ് ഇങ്ങനെ കെട്ടിക്കിടക്കുകയല്ലേ, ഇവർ ചമ്മിപ്പോയി. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ 1000ന്റെ ഒരു നോട്ടുണ്ടല്ലോ, ഈ 1000ന്റെ നോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരു തീവ്രവാദി പറയാണ് ഇതിന് ഉറപ്പായിട്ടും ഇന്ത്യക്ക് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അതാണ് ഈ സിനിമയുടെ ടൈറ്റിൽ, മിഷൻ സി 1000. ഈ 1000 എന്ന് പറയുന്ന 1000 രൂപയുടെ നോട്ടാണ്. പിന്നീട് ഇവരുടെ ആ ഒരു പ്ലാൻ ഉണ്ടല്ലോ, ആ പ്ലാൻ അങ്ങോട്ട് റിവീൽ ചെയ്യാണ്. ഇവരുടെ പ്ലാനിന്റെ പേര് തന്നെ ഹിന്ദു ടെററിസ്റ്റ് എന്നാണ്. എന്തോ ഒരു സയന്റിഫിക് ഫോർമുല അതൊക്കെ ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് 1000 കുട്ടികളെ ജനിപ്പിക്കും. 1000 കുട്ടികൾ എന്ന് പറയുന്നത് 500, അതായത് 500 ട്വിൻസ് ആണ്, ഒരേപോലെ ഒരേ മുഖം അതൊക്കെയുള്ള 500 ട്വിൻസിനെ അവർ ജനിപ്പിച്ചെടുക്കുന്നു. അതിൽ 500 എണ്ണത്തിനെ ഇന്ത്യയിലേക്കും 500 എണ്ണത്തിനെ പാകിസ്ഥാനിലേക്കും അയക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ അവിടെ നിന്നിട്ട് ഈ പറഞ്ഞ എല്ലാ മതങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടാണ് ഈ 1000 ആളുകൾ, അതായത് ഹിന്ദുക്കൾ എങ്ങനെ പെരുമാറുന്നു, മുസ്ലിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലുള്ള ഈ 500 പേരുണ്ടല്ലോ, ഈ 500 പേർക്ക് ആധാർ കാർഡ്, പിന്നെ ഇവരുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിയുമല്ലോ. കിട്ടിക്കഴിയുന്നത് ഈ ആധാർ രേഖകളും കാര്യങ്ങളും എല്ലാം ഒരു നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ട് നേരെ പാകിസ്ഥാനിലുള്ള ഈ 500 ആൾക്കാർക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇവരുടെ ഐഡന്റിറ്റി, പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റുകളുടെ ഐഡന്റിറ്റി എല്ലാം ഇന്ത്യക്കാരുടെ. അത് കഴിഞ്ഞിട്ട് ഈ പാകിസ്ഥാനിലുള്ള ഈ 500 പേരുണ്ടല്ലോ, ഇവർ വിദേശത്ത്, അതായത് ഇന്ത്യയുടെ അല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചെന്ന് പല രീതിയിലുള്ള ടെററിസ്റ്റ് സംഭവങ്ങളെല്ലാം നടത്തുന്നു. പക്ഷെ ഐഡന്റിറ്റി എന്താണ്? ഹിന്ദു. അപ്പൊ ഹിന്ദു ടെററിസ്റ്റ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഹിന്ദു ടെററിസ്റ്റ് എന്നുള്ള ഒരു ഒറിജിനൽ ഐഡിയ ആണ് ഈ സിനിമ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ ഹിന്ദു ടെററിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുക ആ ഒരു കാര്യത്തിന് വേണ്ടി. അതായത് ഈ 500 സയന്റിഫിക് ഫോർമുല 1000 പേരെ ജനിപ്പിച്ച് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഭയങ്കര പ്ലാനിങ് ആണോ. ദുരന്തരം എന്നൊക്കെ പറയുന്നതൊക്കെ നിസ്സാര വർഷങ്ങളിലല്ലേ, പക്ഷെ ഇവർ പ്ലാൻ ചെയ്യുന്നു അതിലും കൂടുതൽ വർഷങ്ങളുള്ള. ഈ ഒറിജിനൽ ഐഡിയയുടെ കാര്യത്തിൽ ദുരന്തറിനെ വെല്ലുന്ന ഒരു സംഭവമാണ് മിഷൻ സി 1000 എന്നുള്ള ഈ ഒരു സംഭവം. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതെല്ലാം മുൻകൂട്ടി അറിയുന്നുണ്ട്. മുൻകൂട്ടി അറിഞ്ഞിട്ട് ഓൾറെഡി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ ഇതിനു വേണ്ടി, ഇത് തകർക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ നായകൻ.
കാരണം ഒരു പെണ്ണൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി സമ്മതിക്കുമോ? കാരണം പുള്ളി ഓൾറെഡി വലിയൊരു മിഷന്റെ മുമ്പിൽ നിൽക്കുകയല്ല. അതും നമ്മുടെ യോഗി ജി നേരിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞ് പിന്നെ ക്ലൈമാക്സ് ഫൈറ്റിലേക്കാണ് സിനിമ പോകുന്നത്. ഈ ക്ലൈമാക്സ് ഫൈറ്റിന് മുമ്പ് നായകൻ ഓർക്കുകയാണ്. നായകന്റെ അച്ഛൻ പറയുകയാണ്, മോനെ നീ ഹിന്ദു രക്ഷാദളിൽ ചേരേണ്ട ആളാണ്. അപ്പോൾ ഇതിന് വാളൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹിന്ദു രക്ഷാദളിൽ വാളും പിടിച്ചാണ് നടക്കുന്നത് അതിൻ്റെ ആൾക്കാരൊക്കെ. അപ്പോൾ ആ സമയത്ത് നായകൻ പറയുന്നുണ്ട്, എനിക്ക് ഹിന്ദു രക്ഷാദളിൽ ഇപ്പോൾ ചേരേണ്ട ആവശ്യമൊന്നുമില്ല. പറയുന്ന ഈ നാടിന് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി യുവത്വങ്ങളെല്ലാം ഹിന്ദു രക്ഷാദളിൽ ചേരേണ്ടതായിരുന്നു. അപ്പോൾ അന്ന് നായകൻ അത് നിരസിച്ചല്ലോ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ പുള്ളിക്ക് അത് ഓർത്തിട്ട് ഭയങ്കര മനോവിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വാളൊക്കെ എടുത്തിട്ടാണ് പുള്ളി ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്കൊരു രാമന്റെ ക്ഷേത്രവും പിന്നെ രാമന്റെ ആ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ അവർക്ക് നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണമല്ലോ. ഇത് ഡീഫോൾട്ട് ആയിട്ട് ഇങ്ങനെയുള്ള സിനിമകളിൽ വരേണ്ടതാണ്. അപ്പോൾ അതും ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ ഡീഫോൾട്ട് ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ് ഗോമാതാവിനെ വെട്ടാൻ വേണ്ടി മുസ്ലിം വേഷമൊക്കെ ധരിച്ച, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന ഒരാൾ ഗോമാതാവിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി പോകുന്നു. ഈ ഗോമാതാവിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കും. അപ്പോൾ ഈ ഹിന്ദു രക്ഷാദളുടെ ബോളൊക്കെ എടുത്ത് അയാളെ തല വെട്ടിയേക്ക് അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഈ സിനിമയിലെ ആക്ഷൻ സീക്വൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ? ജാക്കറ്റും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ചിട്ട് ടിപ്പിക്കൽ ഹീറോയിസം കാണിച്ച് നമ്മുടെ നായകൻ വരികയാണ്. നായകന്റെ ഷെഡിയുടെ അലാസ്റ്റിക്കിൽ കില്ലർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കില്ലർ എന്നുള്ളത് ഷെഡിയുടെ അലാസ്റ്റിക് ഇല്ലേ, ഇതിങ്ങനെ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പറഞ്ഞാൽ അതൊരു ഗംഭീര ഷോട്ടായിരുന്നു ഇത്. അല്ല ഇത് സംഭവം പടം കണ്ടു കഴിഞ്ഞിട്ട് മൂന്നാഴ്ച 4 ആഴ്ചയായി. പക്ഷെ ഇപ്പോഴും ഓർക്കുമ്പോൾ അത് എജ്ജാതി ഫിലിം മേക്കിംഗ് ആണെന്ന് പറയും. ഇതൊക്കെ കാണാൻ പറ്റുന്നത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അങ്ങനെ പാകിസ്ഥാൻകാരുടെ പ്ലാനുകളെയൊക്കെ തെറ്റിച്ച് ഇങ്ങനെ ഇന്ത്യയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നായകനാണ്. പെട്ടെന്ന് നായകനൊരു ഫോൺ കോൾ വരികയാണ്. എവിടെ നിന്നാണ്? ISI ഫോൺ കോൾ വരണമല്ലോ, കാരണം അന്നില്ലെങ്കിലല്ലേ അത്ഭുതം. അപ്പോൾ ISI ഫോൺ കോൾ വന്നിട്ട് പറഞ്ഞ് നിന്റെ ഇന്ത്യയെ നശിപ്പിക്കൂടാ, മറ്റോടാ മറിച്ചാടാ എന്നൊക്കെ പറഞ്ഞ് കുറേ വെല്ലുവിളികൾ. അപ്പോൾ അതുവരെ ഈ ISI കാരൻ്റെ മുഖം കാണിച്ചിട്ടില്ല. പെട്ടെന്ന് ഇയാൾ പറ്റി ഇതൊക്കെ പറ്റി ആ ഒരു നക്കാബൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോണ്ടല്ലോ, വില്ലൻ ആരാന്നറിയോ? അതായത് 500 പിള്ളേര് അവിടെ, 500 പിള്ളേര് ഇവിടെ. അപ്പൊ അങ്ങനെ വന്ന പഴയ ഏതോ ബാച്ച് ആയിരുന്നു നമ്മുടെ നായകൻ. നമ്മുടെ നായകൻ ഇന്ത്യയിലെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആകുമ്പോൾ നമ്മുടെ നായകന്റെ അതേ മുഖമുള്ള ഒരു ടെററിസ്റ്റ് അവിടെ വേറെ എങ്ങാണ്ടൊക്കെ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, ആ യുദ്ധം എന്നുള്ള രീതിയിലാണ് ഈ സിനിമ തീരുന്നത്. ഓഫ് കോഴ്സ് ഇതിന് 2ാം ഭാഗം ഉണ്ടാവും. പക്ഷേ ഈ 2ാം ഭാഗം കേരളത്തിൽ റിലീസാവില്ല. തെലുങ്കിൽ അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ അവിടെ റിലീസായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഫ്ലൈറ്റോ അല്ലെങ്കിൽ ഏത് ട്രെയിനോ പിടിച്ച് ഈ പടം കണ്ടേ പറ്റുള്ളൂ. കാരണം അജ്ജാതി ക്ലിഫ് ഹാങ്ങറിലാണ് പടം നിന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ ചാൻസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം അജ്ജാതി എൻ്റർടൈൻമെൻ്റ് ആണ് ഈ പടം നൽകുന്നത്.